പ്രിയപ്പെട്ടവരെ, സ്വപ്ന സമാനമായ കൈലാസ യാത്രയിൽ എന്നോടൊപ്പം സഞ്ചരിക്കാൻ നാടോടി കാഴ്ചകളിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നാരായണൻ. ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം. 2021 ആഗസ്റ്റ് 15 മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. എൻ്റെ ചിരകാല സ്വപ്നമായ കൈലാസ യാത്രയുടെ തുടക്കം അന്നായിരുന്നു. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങി അതിരാവിലെ കൊച്ചിയിൽ നിന്നും ഡൽഹിയിലേക്കുള്ള വിമാനം കയറി. അല്പസമയം ഡൽഹി വിമാനത്താവളത്തിൽ വിശ്രമിച്ച ശേഷം അവിടെ നിന്നും നേപ്പാളിൻ്റെ തലസ്ഥാനമായ കാഠ്മാണ്ഡുവിലേക്ക് വിമാനത്തിൽ പുറപ്പെട്ടു. കാഠ്മാണ്ഡുവിലെത്തുന്നതിന് അല്പം മുമ്പേ വിമാനത്തിൽ നിന്നും താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണിത്. പഞ്ഞിക്കെട്ടുകൾ പോലെ പാറി നടക്കുന്ന വെൺമേഘങ്ങൾ. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1400 മീറ്റർ ഉയരത്തിലാണ് കാഠ്മാണ്ഡു പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ഹോട്ടലിലെത്തിയ ഞങ്ങൾ ഷാളും രുദ്രാക്ഷവും അണിയിച്ച് കേരളത്തിൽ നിന്നുമുള്ള ടൂർ മാനേജറായ അഭിലാഷ് സ്വീകരിച്ചു. കാഠ്മാണ്ഡുവിൽ നിന്നും പിന്നീട് ഞങ്ങളെ നയിക്കുന്നത് അതിനായി പ്രത്യേകം അധികാരപ്പെടുത്തിയ ടൂർ മാനേജർമാരാണ്. അവർ ഞങ്ങൾക്ക് പോകാനുള്ള വഴികളെക്കുറിച്ചും താമസ സൗകര്യങ്ങളുടെ പരിമിതികളെക്കുറിച്ചും എടുക്കേണ്ട മുൻകരുതലുകളും വിശദമായി വിവരിച്ചു തന്നു. കൂടാതെ ജാക്കറ്റും തൊപ്പിയും സാധനങ്ങൾ കൊണ്ടുപോകാൻ വലിയൊരു ബാഗും തന്നു. ഓരോ സംഘത്തിനും പ്രത്യേക നിറങ്ങളിലുള്ള ജാക്കറ്റും ബാഗുമാണ് കൊടുക്കുന്നത്. നമ്മൾ ഏത് ടൂർ സംഘത്തിലെ അംഗമാണ് എന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ ഇതുമൂലം സാധിക്കും. അന്ന് ഹോട്ടലിൽ വിശ്രമിച്ച ശേഷം പിറ്റേ ദിവസം രാവിലെ കാഠ്മാണ്ഡുവിലെ അതിപ്രശസ്തവും പുരാതനവുമായ പശുപതിനാഥ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ശിവക്ഷേത്രമാണിത്. 12 ജ്യോതിർലിംഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പഞ്ചമുഖ ശിവലിംഗമാണ് ഇവിടെയുള്ളത്. പശുപതിനാഥ ക്ഷേത്രത്തിന് അരികിലൂടെ ഒഴുകുന്ന പ്രശസ്തമായ ബാഗ്മതി പുഴയാണിത്. ക്ഷേത്ര ദർശനത്തിന് ശേഷം ഹോട്ടലിൽ നിന്നും ചെക്കൗട്ട് ചെയ്ത് ഞങ്ങൾ നേപ്പാൾ ചൈന അതിർത്തിയിലുള്ള ടാറ്റോപാനി എന്ന സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു. കാഠ്മാണ്ഡുവിൽ നിന്നും 115 കിലോമീറ്റർ ദൂരെ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 2300 മീറ്റർ ഉയരെയാണ് ടാറ്റോപാനി. ചൂടുവെള്ളം എന്നാണ് ടാറ്റോപാനി എന്ന വാക്കിനർത്ഥം. ഒട്ടേറെ ചുടുനീരുറവകൾ ഈ സ്ഥലത്തുകൂടി ഒഴുകുന്നു. മനസ്സിനെയും കണ്ണിനെയും കുളിർപ്പിക്കുന്ന കാഴ്ചകളുമായി മലകളും പുഴകളും മലയോര ഗ്രാമങ്ങളും ഞങ്ങൾക്ക് മുന്നിലൂടെ കടന്നുപോയി. എല്ലാ സ്ഥലത്തും ഇവിടുത്തെ മനുഷ്യരെ പോലെ തന്നെ വൃക്ഷങ്ങളുടെ ഉയരവും പൊതുവെ കുറവായിരുന്നു. അങ്ങനെ 2ാം ദിവസം സന്ധ്യയോടടുപ്പിച്ച് ഞങ്ങൾ ടാറ്റോപാനിയിലെ ഹോട്ടലിലെത്തി. ടാറ്റോപാനിയിൽ നിന്നും തുടർന്നുള്ള യാത്രയുടെ വിവരണങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.